ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ മരപ്പെട്ടി കയറി. ഇതോടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് സിറ്റിംഗ് നിർത്തിവെച്ചു. മരപ്പെട്ടിക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. വിഷ്ണു സുരേഷ് ഉണ്ട് വിവരങ്ങളുമായി. വിഷ്ണു, ഇത് എന്താണ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ മരപ്പെട്ടി കയറിയത്? എപ്പോഴാണ് അത്? എന്തൊക്കെയാണ് ഇപ്പോഴവിടെ നടക്കുന്നത്? അതിന്റെ പിടിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുകയാണോ? എന്താണ് വിശദാംശങ്ങൾ? ഇന്ന് രാവിലെ കോടതി തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് മരപ്പെട്ടി ഈ കോടതിക്കകത്ത് കയറിയത്. പിന്നാലെ സിറ്റിംഗ് ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ കനത്ത ദുർഗന്ധം കോടതിക്ക് അകത്ത് അനുഭവപ്പെട്ട പശ്ചാത്തലത്തിൽ ഇന്നത്തെ പ്രധാനപ്പെട്ട കേസുകളൊക്കെ മാറ്റിവെക്കുകയായിരുന്നു. ചില കേസുകൾ, ഒന്നോ രണ്ടോ കേസുകൾ മാത്രമാണ് ഇന്ന് എടുത്തത്. ഇന്ന് മന്ത്രവാദം അടക്കമുള്ള കേസുകൾ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിലുണ്ടായിരുന്നു. പക്ഷേ ഈ ദുർഗന്ധത്തെ തുടർന്ന് കേസുകളൊന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. കോടതി പെട്ടെന്ന് തന്നെ നിർത്തിവെക്കുകയായിരുന്നു. പിന്നീട് പരിശോധിച്ചപ്പോഴാണ്, അന്വേഷിച്ചപ്പോഴാണ് ഈ കോടതിക്കകത്ത് മരപ്പെട്ടി കയറി അതിന്റെ മറ്റ് വിസർജനങ്ങൾ മൂലമുള്ള ദുർഗന്ധമാണെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെ കോടതി നിർത്തിവെച്ചു. കോടതിയിൽ അറ്റകുറ്റപ്പണികൾ നടത്താൻ വേണ്ടിയാണ് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുന്നത്. ഏത് വഴിയാണ് ഇത് കയറി വരുന്നത് എന്നുള്ള കാര്യത്തിൽ നിന്ന് ഒരു വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് ആ മേഖലകൾ ഏതെങ്കിലും തരത്തിലുള്ള ഗ്യാപ്പുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ലോസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ കോടതി താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുന്നത്. ഇന്ന് എടുക്കാനിരുന്ന കേസുകൾ അടുത്ത ദിവസത്തേക്ക് മാറ്റിവെച്ചിട്ടുണ്ട്. നേരത്തെ മുഖ്യമന്ത്രി ക്ലിഫ് ഹൗസിൽ ഇത്തരത്തിൽ മരപ്പെട്ടി ശല്യം എന്നൊക്കെ പ്രസംഗത്തിലൊക്കെ പറഞ്ഞ് നമുക്ക് മുൻപിലുണ്ട്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ ആ കേസുകൾ പരിഗണിക്കുന്ന ആ ബെഞ്ചിൽ, ആ മുറിയിൽ ഇപ്പോൾ മരപ്പെട്ടി ശല്യം രൂക്ഷമായിരിക്കുന്നത്. എന്തായാലും ഈ മരപ്പെട്ടി എവിടെ നിന്ന് വരുന്നു എന്നുള്ളതൊക്കെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസിന്റെ കോടതിയിൽ മരപ്പെട്ടി കയറിയതോടെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് സിറ്റിംഗ് നിർത്തിവെച്ചിരിക്കുന്നു. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്.